യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കരങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കണ്ണുകൾ അടച്ച് ഏറെ സ്നേഹത്തോടെ ഏറെ തീഷ്ണതയോടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. ദൈവം പ്രവാചകനായ യെസക്കിയേലിനെ അസ്ഥിയുടെ താഴ്വരയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് ദൈവം പ്രവാചകനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികളിൽ ജീവനുണ്ടാകുമെന്ന് നീ കരുതുന്നുവോ? ഉടനെ പ്രവാചകൻ മറുപടി പറഞ്ഞു, ദൈവമേ, നിനക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. യെസക്കിയേൽ പ്രവാചകൻ ആ അസ്ഥി കൂമ്പാരങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുകയാണ്. വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, ജീവനില്ലാത്ത, മാംസമില്ലാത്ത, ഞരമ്പുകളില്ലാത്ത, രക്തയോട്ടമില്ലാത്ത ആ അസ്ഥിക്കോലങ്ങൾ ജീവനിലേക്ക് വന്നു. അവർ എഴുന്നേറ്റ് നിന്ന് വചനം ശ്രവിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം സ്വയം വെളിപ്പെടുത്തിയത് വചനത്തിലൂടെയാണ്. ത്യാഗത്തിന്റെ, സഹനത്തിന്റെ അവസരത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഹൃദയത്തിലേക്ക് ആ വചനം തന്നെയാണ് മാംസം ധരിച്ച് മാംസാവതാരമായി തീർന്നത്. വീണ്ടും മാനവകുലത്തെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുഗാന്ത്യത്തോളം നമ്മളോട് കൂടെ വസിക്കാൻ വിശുദ്ധ കുർബാനയായി അപ്പാവതാരത്തിലൂടെ അവിടുന്ന് നമ്മളോട് ഒപ്പമായിരിക്കുന്നു. യഥാർത്ഥത്തില് വചനമാണ് നമുക്ക് ജീവനേകുന്നത്. വിശ്വാസത്തിന്റെ തണുപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിച്ചു നിർത്തുന്നത് വചനമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. സങ്കീർത്തകൻ പറയുന്നു, പാതയിൽ വെളിച്ചമായ വചനത്തെക്കുറിച്ച്. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ വായിക്കുന്നു, വചനം ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളതാണ്. അത് പറയുന്നവനിലും അത് കേൾക്കുന്നതിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞങ്ങളായിരിക്കുന്നു. വചനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. വിശ്വാസത്തിന്റെ വളർച്ചയിലേക്ക്, അങ്ങയുടെ വചനത്തിന്റെ ആഴമേറിയ ചിന്തകളിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കണമേ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, നീ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിന്നോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ ചേർന്ന് നിൽക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, മുന്തിരിവള്ളി ശാഖയോട് ചേർന്ന് നിന്നാൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. ഈ സമയങ്ങളിൽ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നതിനും വചനത്തിനനുസൃതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുന്നതിനും വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മയെ പോലെ മാംസം ധരിപ്പിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. മൂന്ന് മുക്കുവര് കടലിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പകലന്തിയോളം അവർ കടൽക്കരയിൽ വലയെറിഞ്ഞിട്ടും അവർക്കൊരു ചെറുമീനിനെ പോലും കിട്ടുന്നില്ല. ഏറെ സങ്കടത്തോടുകൂടി കടലിന്റെ ഉൾത്തടത്തിൽ നിന്ന് അവർ വഞ്ചി തുഴഞ്ഞ് കടൽക്കരയിലേക്ക് പ്രവേശിക്കുന്നു. അവര് ഏറെ വിഷാദമുള്ള മുഖത്തോടുകൂടെയാണ് തിരിച്ചു വരുന്നത്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലെ ഒരു അവസരം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇതുപോലെ ഒരു ദുശകുനം അവരുടെ ജീവിതത്തിൽ അവർക്ക് പേറേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് തന്നെ. കാരണം കാറ്റിന്റെ തോതനുസരിച്ചും ജലത്തിന്റെ മർദ്ദമനുസരിച്ചുമൊക്കെ എപ്രകാരം വലയിറക്കണമെന്ന് വളരെയധികം അവഗാഹമുള്ള വ്യക്തിത്വങ്ങളായിരുന്നു അവര്. ഏറെ സങ്കടത്തോടുകൂടി ഇവര് തിരിച്ചു പോരുമ്പോൾ
കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ മുക്കുവൻ പറയുകയാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരിക്കൽ കൂടി വലയിറക്കിക്കൂടാ? അങ്ങനെ ഇളയവന്റെ വാക്കിന് വില കൽപ്പിച്ച് ഈ 3 മുക്കുവരും കൂടെ ഒരിക്കൽ കൂടി ഈയൊരു മത്സ്യബന്ധനത്തിന് തയ്യാറാവുകയാണ്. അവര് ആഴത്തിലേക്ക് വലയെറിഞ്ഞു. പക്ഷേ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്നത്, അവർ തപ്പിക്കുടഞ്ഞു നോക്കിയപ്പോൾ വലയ്ക്കുള്ളിൽ അതാ കറുത്ത തലയില്ലാത്ത ഒരു പ്രതിമ കിട്ടിയിരിക്കുന്നു. അവര് ഏറെ സങ്കടപ്പെട്ടു. എങ്കിലും അവർ ചിന്തിച്ചു, ഒരു പക്ഷേ നിധിക്ക് കോളുള്ള എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവരൊന്നുകൂടെ വലയെറിയുകയാണ്. ഒന്നുകൂടെ വലയെറിഞ്ഞപ്പോഴും അവരുടെ പ്രതീക്ഷകൾക്കൊത്ത വിധം ഒന്നും കിട്ടിയില്ല. മറിച്ച് തലയില്ലാത്ത പ്രതിമയുടെ തലയുടെ ഒരു രൂപം കൂടെ അവർക്ക് കിട്ടി. ഏറെ സങ്കടത്തോടുകൂടെ ഇവരിത് ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതൊരു കറുത്ത മാതാവിന്റെ പ്രതിമയാണ്. അവര് ഏറെ സങ്കടത്തോടുകൂടിയെങ്കിലും ഈ തലയോട് ഈ ഒരു രൂപത്തോട് ചേർത്ത് വെച്ചിട്ട് കടലിന്റെ കരയിൽ കൊണ്ടുപോയി മണൽക്കൂനയിൽ കുഴികുത്തി അവിടെ സ്ഥാപിച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 1717 ഈ സംഭവം അരങ്ങേറുക. 2 നൂറ്റാണ്ടുകൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ 2ാമത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി അപ്പരസിദായിലെ കറുത്ത മാതാവിന്റെ പള്ളി തീർത്ഥാടനത്തിന്റെ സമ്പൂർണതയിൽ വിരാജിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. 30 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ ഈ അപ്പരസിദായിലെ മണൽത്തിട്ടയിൽ സാക്ഷിയാക്കി ഇരുത്തിയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് വിലപിടിച്ച സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരും. അത് സ്വീകരിക്കാൻ തുറന്നൊരു ചെവിയോ തുറന്നൊരു ഹൃദയമോ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് വിശ്വാസത്തിന്റെ വലിയ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് സ്വീകരിക്കുവാൻ തുറന്നൊരു ഹൃദയമോ തുറന്നൊരു ചെവിയോ കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുമോ? വചനത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസം ജീവിച്ച ഒത്തിരിയധികം മഹാത്മാക്കളെ, വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രാഹം, ജോബ്, പരിശുദ്ധ കന്യകാമറിയം തുടങ്ങിയ ഒത്തിരിയധികം വ്യക്തികള്. പക്ഷെ വചനത്തിൽ വളരെ കുറച്ച് മാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് വിശ്വാസമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്ന വചനഭാഗങ്ങള് ചുരുക്കമാണ്. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ജീവിതത്തിന്റെ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ടെങ്കിലും വിശ്വാസത്തെക്കുറിച്ച് വളരെ ചെറിയ തോതിൽ മാത്രമേ ഒരു ഡെഫിനിഷൻ തരാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് സാധിക്കുന്നുള്ളൂ. ആ വളരെ കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനമാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. പക്ഷെ കാണുന്നതിനെ കുറിച്ച് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് വിശ്വാസത്തെ അടിവരയിട്ട് പറയുന്ന ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിച്ചറിവിൻ, നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചറിയുവിൻ. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിച്ചറിയുവിൻ, പരീക്ഷിച്ചറിയുവിൻ. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. എന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും സഹനങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചൊരു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയായിട്ട് വാഴുന്നുണ്ട് എന്ന ശക്തമായ ഉറപ്പും ആ ഒരു ബോധ്യവുമുള്ളവനെയാണ് വിശുദ്ധ ഗ്രന്ഥം വിശ്വാസി എന്ന് ശക്തമായ വിധത്തില് നമുക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശക്തമായ ഒരു ആത്മീയ പോരാട്ടമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ പോരാട്ട വേദിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളെ തൊട്ടറിയാനും അനുഭവിക്കുവാനും നമ്മളെ സാധിക്കുന്നത് ദൈവം എന്റെ ഹൃദയത്തിൽ ഇടപെടുന്നുണ്ടെന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഒരു മനുഷ്യൻ കരുതുകയും അത് ഉറച്ചു വിശ്വസിക്കുകയും അവന്റെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. 5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലുകൾ അനങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ അമ്മ കുഞ്ഞിനെയും എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് ഡോക്ടർ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഇവൾക്ക് പോളിയോ ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ കുഞ്ഞ് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല. ഏറെ സങ്കടത്തോടുകൂടെ ഈ അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു.
മറ്റു കുഞ്ഞുങ്ങളെക്കാൾ അധികമായി ഈ അമ്മ ഈ കുഞ്ഞിനെ ശുശ്രൂഷിച്ചു, പരിപാലിച്ചു. 7 വയസ്സായി കഴിഞ്ഞപ്പോഴ് ചേട്ടത്തിമാരും അനിയന്മാരും അനിയത്തിമാരുമൊക്കെ വളരെ നന്നായി ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് ഈ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും നടക്കണം. അപ്പോഴ് അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നിനക്കൊരിക്കലും നടക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നിനക്ക് പോളിയോ ബാധിച്ചിരിക്കുന്നു, നിന്റെ 2 കാലുകളും തളർന്നിരിക്കുന്നു. ഏറെ വിഷമത്തോടെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കുഞ്ഞ് പറഞ്ഞു, അമ്മേ എനിക്ക് നടക്കണം, അമ്മ എനിക്കൊരു വടി വെട്ടിത്ത. അങ്ങനെ അമ്മ നിർബന്ധം സഹിക്കാതെ ചെറിയ ഒരു വടി വെട്ടി ഈ കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞേവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കുവാനായിട്ട് തുടങ്ങുകയാണ്. വീണ്ടും 13 വയസ്സായി കഴിഞ്ഞപ്പോൾ ചേട്ടത്തിമാരുടെയും അനിയന്മാരുടെയും ഓട്ട മത്സരം കാണാൻ പോകണമെന്ന് ഇവൾക്ക് ഭയങ്കര ആഗ്രഹം. അമ്മ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ച് ഓട്ട മത്സരം തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞിന് ഓടാനായിട്ട് അമിതമായ താല്പര്യം. അമ്മ പറഞ്ഞു, മകളെ ഇത്രയും അധികം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ ഇഴഞ്ഞും വലിഞ്ഞും കിതച്ചും വേച്ചുമൊക്കെ നടന്നു പോകുന്നത് കാണാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണ്ട. എന്നാൽ ഏറെ വാശിയോടുകൂടി അവൾ അമ്മയുടെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ അമ്മ ഏറെ സങ്കടത്തോടുകൂടി ഈ കുഞ്ഞിനെ കൊണ്ട് ഓട്ട മത്സരത്തിന് ഇരുത്തുകയാണ്. എല്ലാവരും 100 മീറ്റർ ഓടിക്കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ ഏന്തിയും വേച്ചും വലിച്ചും വിറച്ചും മുട്ടിന്മേലൊക്കെ മുറിവുകളുമായിട്ട് ഇവൾ ഒത്തിരിയധികം കഷ്ടപ്പാട് സഹിച്ച് 100 മീറ്റർ ഓടി. അമ്മ ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖത്തൊരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മകളെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈ ഒരു നടക്കാൻ കഴിയാത്ത സ്വാധീനമില്ലാത്ത ചട്ടുകാലിയുടെ അമ്മയായിട്ട് മാറ്റി അങ്ങനെ ഒരു ചിത്രീകരണം നീ എനിക്ക് തന്നുവല്ലോ എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ ആ ആത്മധൈര്യം തുളുമ്പുന്ന ആ പിഞ്ചു കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല. 1960 ഒളിമ്പിക്സ് ചരിത്രമെടുത്ത് നമ്മൾ നോക്കുമ്പോൾ 100, 200, 400 മീറ്ററിൽ ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു വനിത 3 സ്പ്രിന്റ് ഇനങ്ങളിലും സ്വർണം നേടിയിട്ട് യഥാർത്ഥത്തിൽ ലോകത്തിനു മുമ്പിൽ ശക്തമായ മാതൃക കൊടുക്കുമ്പോൾ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന സമയത്ത് അമ്മ ഗാലറിയിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം അമ്മയോട് പത്രക്കാര് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ മകളുടെ ആത്മധൈര്യത്തിന് കാവലിരിക്കാനോ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനോ അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കാനോ ഒരിക്കൽ പോലും ഞാൻ പരിശ്രമിച്ചിട്ടില്ല. എന്നാൽ അവളുടെ ആത്മധൈര്യത്തിന്റെ നിറവിൽ മാത്രമാണ്, അവളുടെ പോരാട്ട വീര്യത്തിന്റെ നിറവാർന്ന അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഇവിടെ വന്ന് ഇത്ര ശക്തമായ പോരാട്ടം നടത്തി വിജയിച്ചത് എന്ന്. പത്രക്കാർ ഓടി വന്ന് ഇവളോട് ചോദിച്ചു, എന്താണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം? അവള് പറഞ്ഞ മറുപടിയാണ് ലോകത്തിൽ ഏറ്റവും അധികം കൂടുതൽ ആൾക്കാര് ഡൗൺലോഡ് ചെയ്ത് വായിച്ച വാക്കുകൾ എന്ന് നമ്മൾ ഓർക്കണം. ഇവൾ മറ്റാരുമായിരുന്നില്ല. അമേരിക്കയിലെ 22 മക്കളിൽ 21ാമത്തവളായി ജനിച്ച കറുത്ത വംശജക്കാരിയായ വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ചരിത്രം കുറിച്ചതിന്റെ വാക്കുകൾ അവൾ വിജയത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്. അവൾ പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് പോരടിക്കാനുള്ളതാണ്, വിജയം പോരടിക്കുന്നതിന്റെയും. ജീവിതം എന്ന് പറയുന്നത് പോരടിക്കാനാണ്, വിജയമെന്ന് പറയുന്നത് പോരടിക്കുന്നതിന്റെയും. വിശ്വാസത്തെക്കുറിച്ചുള്ള ശക്തമായ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ശക്തമായൊരു പോരാട്ടത്തിന്റെ വേദി എന്നാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് വചനമെന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ഈ ഒരു യുദ്ധവീതിയിൽ ആത്മീയതയ്ക്ക് വേണ്ടി തിന്മയും നന്മയും നിറഞ്ഞ ലോകത്തിൽ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. ഈ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇതിലുകൾ മുഴുവനും വിടർത്തി നോക്കുമ്പോഴും വിശ്വാസം എപ്രകാരം ജീവിച്ചവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടിസ്ഥാനപരമായൊരു കാര്യമെന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നന്മയും തിന്മയും നിറഞ്ഞ ലോകത്തിൽ നന്മയ്ക്ക് വേണ്ടി പോരടിച്ചവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന ഒരു പേര് വചനം ചാർത്തി കൊടുക്കുന്നത്. നമ്മൾ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അബ്രാഹം ദൈവവചനം അനുസരിച്ച് ജീവിച്ചവനാണ്. ദൈവം പറഞ്ഞത് കേട്ട് മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തിയവനാണ്. ദൈവത്തിന്റെ വാക്കുകൾക്ക് സമ്പൂർണമായ സമർപ്പണം കൊടുത്തവനാണ്. എങ്കിലും അയാൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുന്നില്ല. കുഞ്ഞില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളവും യഹൂദരെ സംബന്ധിച്ചിടത്തോളവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദൈവശാപത്തിന്റെയും ദൈവകോപത്തിന്റെയും ഫലമായിട്ടാണ്
ഒരുവന് വന്ധ്യത വരുന്നത് എന്ന് അന്നത്തെ സമൂഹം മുദ്രകുത്തിയിരുന്നു. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്കൊരു കുഞ്ഞില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതിന് പകരം ദൈവമേ നീ എന്തുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല എന്ന് പറയുന്ന ഒരു ആത്മധൈര്യത്തിന്റെ പ്രാർത്ഥനയുണ്ട്. ജീവിതത്തിന്റെ സഹനങ്ങളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ ദൈവത്തോട് ചേർത്ത് വെച്ച്, ദൈവത്തിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച്, ദൈവത്തിന്റെ കാഴ്ചപ്പാടിനോട് ചേർത്ത് വെച്ച്, വചനത്തോട് ചേർത്ത് വെച്ച് വചനത്തെ വ്യാഖ്യാനിക്കാനും ജീവിതത്തിൽ അതിന് അർത്ഥം കൊടുക്കാനും പരിശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ചെയ്ത അബ്രാഹത്തെ നമ്മൾ കാണുന്നു. അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവം ഉയർത്തുന്നു. മണൽത്തരികൾ പോലെ മക്കളെ നൽകിയിട്ട് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുകയാണ്. വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രാഹം മാറുന്നതിന്റെ അടിസ്ഥാനം വചനത്തിന് മുൻപിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ ചിന്തിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോഴാണ്. എന്നാൽ ദൈവത്തിനെതിരെ മറുതലിച്ചുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തോന്നിയ വഴിയിൽ അബ്രാഹാമിന് നടക്കാമായിരുന്നു. എന്നാൽ അബ്രാഹാം ചെയ്ത ആ ഒരു സമീപനത്തിന്റെ രീതിയാണ്, അവന്റെ ജീവിതത്തിന്റെ സഹനങ്ങളോട് അബ്രാഹാം പുലർത്തിയ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് അബ്രാഹത്തെ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പിതാവായിട്ട് മാറ്റുന്നത്. വീണ്ടും ജോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ജോബിന് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തു. കാരണം ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാണ് ജോബ് ജീവിച്ചിരുന്നത്. എന്നാൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിച്ചതിനെ തുടർന്ന് ജോബിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ പരീക്ഷണങ്ങൾ അയച്ചു തുടങ്ങി. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ. ആദ്യം അയാളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു, പിന്നീട് അയാളുടെ മക്കൾ നഷ്ടപ്പെട്ടു, അയാളുടെ ശരീരം മുഴുവനും വ്രണബാധിതമായി. ആകെ സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടെ ഇയാള് ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് തന്റെ ചൊറിയും ചിരങ്ങും ചിരണ്ടി ഇരിക്കുമ്പോൾ അവന്റെ സുഹൃത്തുക്കളും അവന്റെ ഭാര്യയും വന്നിട്ട് പറയുകയാണ്, നീ ഇനി വിശ്വാസത്തെ ഉപേക്ഷിക്കുക. കാരണം ഒരു ദൈവം നിന്നെ ശപിച്ചിരിക്കുന്നു. ദൈവത്തിന് ഇനി നിന്റെ മേൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിന്റെ പാപങ്ങളാണ് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ആ ഓട്ട് കഷ്ണം കൊണ്ട് ചാരത്തിലിരുന്ന് ചൊറിയും ചിരങ്ങും ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പറയുന്ന സുന്ദരമായൊരു കാര്യമുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിൽ പ്രവേശിക്കുന്ന ഓരോ മനുഷ്യനും ഹൃദയത്തിന്റെ ആർദ്രതലങ്ങളിൽ കൊത്തിവെക്കേണ്ട സുന്ദരമായൊരു പദം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് എന്ന് ഉറച്ച വിശ്വാസത്തെ സംരക്ഷിച്ച ജോബിനെ അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നമ്മളൊക്കെ സഹനങ്ങളെ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ എടുത്തു വച്ചിട്ട് ദൈവത്തോട് പരാതി പറയുന്നവരാണ്. ദൈവമേ എനിക്കിത് നീ തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നീ അത് താ എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നവരാ. എന്നാൽ യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് നമ്മുടെ പരാതികളെ നോക്കിയിട്ട് ദൈവമേ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവമുണ്ട് എന്ന് പരാതികളോട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിശ്വാസി അതിന്റെ ആഴവും അർത്ഥവും തേടുന്നത് എന്ന് നമ്മൾ അറിയണം. സഹനങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്നും ആ ദാനമെന്ന് പറയുന്നതിനെ ഏറെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അതിൽ ആ ഒരു അവസരങ്ങളിൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുകയാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തിന്റെ ശക്തമായൊരു പിതാവായിട്ട് കത്തോലിക്ക സഭ എടുത്തുയർത്തി വെച്ച ഒരു മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അത് മറ്റാരുമല്ല, വിശുദ്ധ ഔസേപ്പ് പിതാവാണ്. വചനത്തിൽ വളരെ കുറച്ച് അക്ഷരം ഒന്നും പറയാതെ തന്നെ വിശ്വാസത്തിന്റെ തീവ്രതയിലേക്ക് ഈ മനുഷ്യൻ പ്രവേശിച്ചത് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. വചനത്തിന് മുൻപിൽ യാതൊരു തരത്തിലുള്ള മറുചോദ്യവുമില്ലാതെ സമർപ്പണം ചെയ്തു എന്നുള്ളതാണ് വിശുദ്ധ ഔസേപ്പിനെ ശക്തമായ രീതിയിലേക്ക് നയിച്ചത്. വചനത്തിന് മുൻപിൽ മറുചോദ്യമില്ലാതെ സമർപ്പണം ചെയ്യുന്നവനെയാണ് യഥാർത്ഥത്തിൽ വചനം വിശ്വാസി എന്ന പേര് നൽകിയിട്ട് നമ്മൾ സൂക്ഷിക്കുക. നമുക്കറിയാം എന്തുകൊണ്ടാണ് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴോ കുടുംബങ്ങളിൽ പ്രാർത്ഥന നടത്തുമ്പോഴോ നമ്മൾ മനഃപൂർവ്വം വിശുദ്ധ ഔസേപ്പിനെ അങ്ങ് ഒഴിവാക്കും. ഇതിനൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ മാതാവ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ദ്രാവകമായ ഒരു രൂപമാണെങ്കിൽ സ്നേഹത്തിന്റെ ഖരമായൊരു രൂപമാണ് അപ്പൻ എന്ന് പറയുന്നത്. വൈകി വീട്ടിലെത്തുന്ന കുഞ്ഞിനെ അമ്മ ഓടി വന്നിട്ട് പറയും, മോളെ നീ വൈകി വന്നല്ലോ,
എന്നാ പറ്റി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. എന്നാൽ അപ്പന്റെ സ്നേഹം കുറച്ചുകൂടി വ്യത്യാസമാണ്. നീ എന്നാ വൈകി വന്നത്, നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ എന്ന് ചോദിച്ച് വേണമെങ്കിൽ ഒരു അടിയും കൊടുത്ത് ഏറെ വിഷമിപ്പിച്ചിട്ട് കുഞ്ഞിനെ അകത്തേക്ക് പ്രവേശിക്കുന്ന അപ്പന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അപ്പന് സ്നേഹിക്കണമെന്ന് വിചാരമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അപ്പന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത സംരക്ഷണത്തിന്റെ കോട്ട കെട്ടി മക്കളെ സ്നേഹത്തിന്റെ തീവ്രതയിൽ നിർത്തുക എന്നുള്ളതാണ് അപ്പന്റെ ലക്ഷ്യം. അതുകൊണ്ട് അപ്പനെ പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥകളിൽ നമ്മൾ മറന്നുപോകും. മുകുന്ദൻ എന്ന് പറയുന്ന മഹത്തരമായ ഗ്രന്ഥകാരൻ കുറിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മുകുന്ദന്റെ അപ്പൻ മരിച്ചുപോയി. മുകുന്ദന്റെ അപ്പൻ മരിച്ചു പോയപ്പോൾ ഇയാള് ഏറെ സങ്കടത്തോടുകൂടി പൊട്ടിക്കരയുകയാണ്. ബുദ്ധിജീവികൾ സാധാരണ കരയാറില്ല എന്ന് പറഞ്ഞ മുകുന്ദൻ ഇപ്പോൾ പൊട്ടിക്കരയുന്നത് കണ്ട് സുഹൃത്ത് ചോദിച്ചു, അല്ലയോ മനുഷ്യ, ബുദ്ധിജീവിയായ നീ കരയുകയാണോ? അപ്പോൾ അയാൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ സ്നേഹം കൊണ്ട് എൻ്റെ ഭാര്യയെ ചുംബിച്ചിട്ടുണ്ട്, സ്നേഹം കൊണ്ട് എൻ്റെ അമ്മയെ ചുംബിച്ചിട്ടുണ്ട്, സ്നേഹം കൊണ്ട് എൻ്റെ മക്കളെ ചുംബിച്ചിട്ടുണ്ട്, സ്നേഹം കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ചുംബിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അപ്പനെ ചുംബിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ചുംബനം അപ്പന് കൊടുക്കുന്നത് ഇന്നാണ്. പക്ഷേ അപ്പന് ചുംബനം കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് വെളുത്ത ഒരു മൂടുപടം നിറഞ്ഞു നിന്നിരുന്നു. അവസാനം വരെ സ്നേഹിക്കുവാൻ വേണ്ടി കാത്തുവെക്കണ്ട, പകുത്തുവെക്കണ്ട ഒന്നല്ല അപ്പന്റെ സ്നേഹം. അപ്പന്റെ സ്നേഹത്തിന്റെ ആഴവും ആർദ്രതയും അറിഞ്ഞുകൊണ്ടാണ് ആബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് യേശുവിന് കാരണമായിട്ടുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് വിശ്വാസത്തിന്റെ തീവ്രതയിലേക്ക് എങ്ങനെ വന്നു എന്ന് പ്രവേശിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. സംരക്ഷണത്തിന്റെ കോട്ട തീർത്ത് പരിശുദ്ധ കന്യകാമറിയത്തെയും യേശുക്രിസ്തുവിനെയും സംരക്ഷിച്ചു എന്നതിനപ്പുറം അവൻ വചനത്തിന് മുൻപിൽ ഒരു മറുചോദ്യവും ചോദിച്ചില്ല എന്നുള്ളതാണ്. വിശ്വാസികളുടെ പിതാവെന്ന് സഭ പറയുമ്പോൾ ഒരു തരത്തിലുള്ള മറുചോദ്യങ്ങൾക്കും എങ്ങനെ വിശുദ്ധ ഔസേപ്പ് പിതാവ് വശംപെട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഔസേപ്പിനോട് പറയുകയാണ്, നീ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ നീ വിവാഹം കഴിക്കണം. ഒന്നും പറയുന്നില്ല വിശുദ്ധ ഔസേപ്പ്, അത് അതേപടി അനുസരിച്ചു. പിന്നീട് പറയുന്നു ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. അത് കേട്ട ഉടനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. പിന്നീട് ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് അവന്റെ വചനത്തിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവ്. ഇങ്ങനെ ജീവിച്ച വിശുദ്ധ ഔസേപ്പ് പിതാവ് വചനങ്ങളിലൊന്നും പറയുന്നില്ലെങ്കിലും സമീപനങ്ങൾ കൊണ്ട് വിശ്വാസത്തിന്റെ തീവ്രതയിലേക്ക് നമ്മളെ നടന്നെടുപ്പിക്കുന്ന സുന്ദരമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിനുള്ള പ്രാർത്ഥനയാണ് വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഒരു മനുഷ്യനെ വളരെയധികമായിട്ട് സഹായിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. വളരെ കുറച്ച് അക്ഷരങ്ങൾ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വിരചിച്ചെടുത്ത സുന്ദരമായൊരു മഹാകാവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശുദ്ധ ഔസേപ്പിന്റെ ജീവിതത്തെ പറയാം. വളരെ ചുരുങ്ങിയ അക്ഷരം കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വിരചിച്ചെടുത്ത ഒരു മഹാകാവ്യത്തോളം സുന്ദരമാണ് വിശുദ്ധ ഔസേപ്പ്. വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഔസേപ്പ് എന്നും ഒരു കൂട്ടാണ്, ഒരു തണലാണ്. കാരണം വചനത്തിന് മുൻപിൽ മറുചോദ്യമില്ലാതെ സമർപ്പണം ചെയ്യാൻ വിശുദ്ധ ഔസേപ്പ് പരിശ്രമിച്ചു, അതിനുവേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കടന്നു വരിക പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതം. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ ഭാഗ്യവതിയാണ് എന്ന് പറയുകയാണ്. പക്ഷേ ഈ ഒരു ഭാഗ്യം മറിയത്തിന്റെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ജീവിതത്തിൽ വചനത്തിൽ ഒരിക്കൽ പോലും സൗഭാഗ്യത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളിലൂടെ പരിശുദ്ധയമ്മ കടന്നുപോയോ എന്ന് നമ്മൾ സംശയിക്കും. ദൈവദൂതൻ പറയുന്ന നിമിഷം തൊട്ട് ഒരു അമ്മ മകന് വേണ്ടി തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്നത്. മകൻ അമ്മയ്ക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന അവസരങ്ങളുണ്ട്. പക്ഷേ ഒരു മകൻ ജനിച്ച നാൾ മുതൽ ഈ അമ്മ മകനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു. ജീവിതത്തെ മുഴുവനും ക്രമപ്പെടുത്തിയെടുക്കുന്ന ഒരു പരിശുദ്ധ അമ്മ. അതിനൊരു കാരണമുണ്ട്. പിന്നീടുള്ള ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഒരിക്കൽ പോലും സൗഭാഗ്യത്തോടുകൂടി ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ടത്. മകനെ ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഓടിക്കിതച്ച പരിശുദ്ധയമ്മ മകനെ കാണാൻ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും?
ഏറെ സങ്കടത്തോടുകൂടിയാവാം ഒരുപക്ഷെ പരിശുദ്ധ കന്യകാമറിയം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ അവന്റെ വാക്കനുസരിച്ച് അവന്റെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് അവന്റെ കൂടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഈ കുരിശൊന്ന് ചുമക്കാനുള്ളൊരു താല്പര്യം പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സൗഭാഗ്യവും ശിമിയോൻ അടിച്ചുകൊണ്ടുപോയി. പിന്നീട് തന്റെ മകൻ രക്തം കൊണ്ട് വിയർത്തിങ്ങനെ നിൽക്കുമ്പോൾ ആ മുഖമൊന്ന് പൊത്താനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ ഒരു അവസരം മഗ്ദലന മറിയം അടിച്ചെടുത്തുകൊണ്ട് പോയി. ജീവിതത്തിന്റെ എല്ലാ വേളകളിലും മകനോടൊപ്പം നിന്നിട്ട് മകന് ഒരു അവസാന നേരത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാനായിട്ട് അമ്മ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനും സാധിക്കാതെ അമ്മ ഏറെ സങ്കടത്തോടുകൂടി ഒരു ജീവിതം മുഴുവനും മകന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ആദ്യത്തെ വിശുദ്ധ കുർബാന കാൽവരിയുടെ ഗിരിശൃംഗത്തിൽ വെച്ച് തിരുക്കുരിശിൽ വെച്ച് യേശു ക്രിസ്തു സമർപ്പിക്കുമ്പോൾ അതിന് കാവലായിട്ട് പരിശുദ്ധ കന്യാമറിയം കൂടെയുണ്ട്. അപ്പോൾ യേശുവിന് മനസ്സിലായി ഇനി ഒരിക്കലും ഇവളെ അനാഥയായി വിടുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടെ നിന്ന പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇവിടെ യോഹന്നാന് മാത്രമായിട്ടല്ല യേശു ക്രിസ്തു പരിശുദ്ധ കന്യകാമറിയത്തെ തീരെഴുതി കൊടുക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളിലും ത്യാഗം അനുഭവിച്ചുകൊണ്ട് ത്യാഗത്തോടു കൂടിയിട്ട് വചനത്തെ ഹൃദയത്തിൽ മാംസം ധരിപ്പിക്കാൻ പരിശുദ്ധ കന്യകാമറിയം തയ്യാറെടുത്തു എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ശക്തമായൊരു ജീവിതമാണ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കുമിടയിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് പടപൊരുതിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകത്തിന് മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ യേശുക്രിസ്തു കൊടുക്കുന്നത്. അത് ഇന്നും മാനവ സമൂഹത്തിന് മുഴുവനും സമ്മാനമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായ സമ്മാനം പരിശുദ്ധ കന്യകാമറിയമാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ടാണ് സഭാ പഠനങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പരിശുദ്ധ അമ്മ വിശ്വാസത്തിന്റെ സ്ത്രീയാണ്. അവളെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അവളുടെ ആത്മീയ അനുഭൂതിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് എല്ലാ തരത്തിലുള്ള പെന്തക്കോസ്ത സമൂഹങ്ങളും പരിശുദ്ധയമ്മ മൊട്ടത്തോടാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും സഭ ശക്തമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ വ്യക്തമാക്കി, ഇനി പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് പോലും സഭയിൽ വിധേയമാക്കരുത് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. ഇനി ഇവിടെ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ച് പുറത്തു പോകുമ്പോഴും ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം ആദ്യമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചത് കാൽവരിയുടെ ഗിരിശൃംഗങ്ങളിൽ മരക്കുരിശിൽ തൂങ്ങി നിന്നുകൊണ്ട് യേശു ക്രിസ്തു ആദ്യത്തെ ബലി അർപ്പിച്ചപ്പോൾ അതിന് കൂട്ടായിട്ട് പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ഇനി പരിശുദ്ധ അമ്മ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് യോഹന്നാന് ഈ പരിശുദ്ധ അമ്മയെ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തി ദേവാലയത്തിന്റെ പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യ ഈശോയെയും പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയേറ്റ് വീണ് കഴിഞ്ഞപ്പോൾ അതിനുശേഷം പത്രലേഖകരോട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ഞാൻ വീണത് ഭൂമിയുടെ മാറിടത്തിലേക്കല്ല, മറിച്ച് എന്റെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. വിശ്വാസത്തോടെ ജീവിക്കുന്നവൻ, ത്യാഗങ്ങളെ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്നവൻ, വിശുദ്ധ കുർബാന യഥാർത്ഥമായ അർപ്പണത്തോടുകൂടി നടത്തുന്നവൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവന്റെ നിത്യജീവിതത്തിന്റെ സഹനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനും പരിശുദ്ധ അമ്മയിലൂടെ ക്രൂശിതനായ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തോടുള്ള വിശ്വാസം നമ്മളിൽ ആഴപ്പെടുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ വർഷം, വിശ്വാസ ആഴ്ച, വിശ്വാസ ദിവസം, വിശ്വാസ ആരാധന, എത്ര തരത്തിലുള്ള വിശ്വാസ പ്രഘോഷണങ്ങൾ. ഇതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ വചനത്തിന് മുൻപിൽ ധീരമായി സമർപ്പണം ചെയ്യാൻ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, സഹനങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജോബിനെ പോലെയാവാൻ
വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ വചനത്തിന് മുൻപിൽ സമ്പൂർണ്ണ സമർപ്പണം, മറുചോദ്യമില്ലാതെ സമർപ്പണം ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് പലപ്പോഴും സഹനങ്ങളെന്ന് പറയുന്നത് ഒരു ഭാരമാണ്. ദൈവം അവൻ ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വില പിടിച്ച സമ്മാനമെന്ന് പറയുന്നത് സഹനങ്ങളാണ്. ഇത് പറയുമ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ എറണാകുളത്ത് ഒരു ഇടവകയിൽ പോയപ്പോൾ ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് സംസാരിക്കണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ പതുക്കെ സംസാരിച്ചു തുടങ്ങി. ചേച്ചി പറഞ്ഞൊരു കാര്യം, 12-ാം വയസ്സ് തൊട്ട് ചേച്ചി ഈശോയോട് പ്രാർത്ഥിച്ചിരുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞത്, ദൈവമേ കള്ളുകുടിയനല്ലാത്ത ഒരു ചേട്ടനെ എനിക്ക് തരണമേ എന്നാണ്. അതിനുള്ള വ്യക്തമായ കാരണമുണ്ട്. കാരണം ചെറുപ്പം മുതൽ ഈ ചേച്ചിയുടെ അപ്പൻ വളരെ വല്ലാതെ മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് പലപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും തെങ്ങിൻ ചുവട്ടിലൊക്കെയാണ് അമ്മയും ഈ സഹോദരങ്ങളുമൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ 12 വയസ്സ് തൊട്ട് ഈ ചേച്ചി പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥന, ദൈവമേ കള്ളുകൂടിയനല്ലാത്ത ഒരു കെട്ടിയോനെ എനിക്ക് തരണം. അപ്പോഴ് 22-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന ചേട്ടനോട് ചേച്ചി ചോദിച്ചു, നിങ്ങൾ കുടിക്കുവോ? ചേട്ടൻ പറഞ്ഞു, ഞാൻ മദ്യം കുടിക്കില്ല, കൊടുക്കില്ല, ഞാൻ തൊടില്ല. മദ്യപിക്കുന്നവരെ കാണുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ 3 തവണ തുപ്പിയിട്ടേ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാറുള്ളൂ. ചേച്ചി പറഞ്ഞു, എന്തായാലും എനിക്ക് അയാളെ മതി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി കല്യാണം നടന്നു. കല്യാണം നടന്ന് 3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, മദ്യം തൊടില്ല എന്ന് പറഞ്ഞ ചേട്ടൻ ആ പ്രദേശത്തെ ഏറ്റവും വലിയ കള്ളുകുടിയനാണ്. എല്ലാ പ്രതീക്ഷയും ചേച്ചിക്ക് തകർന്നു. വല്ലപ്പോഴും മാത്രം തെങ്ങിൻ ചുവട്ടിൽ ഉറങ്ങിയിരുന്ന ചേച്ചിയുടെ ഉറക്കം പിന്നീട് സ്ഥിരമായിട്ട് തെങ്ങിൻ ചുവട്ടിൽ മാത്രമായി. അപ്പൊ ഏറെ സങ്കടത്തോടുകൂടി ഈ ചേച്ചി ഇത് പറയുമ്പോഴും അവസാനം ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ ഇയാൾ എന്നെ തല്ലിക്കോട്ടെ, ഇയാൾ എന്നെ ഏതു തരത്തിലും ഉപദ്രവിച്ചോട്ടെ, ഇയാൾ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്തോട്ടെ, പക്ഷേ ഇയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയോടെ കണ്ണീരൊഴുക്കി കാത്തിരിക്കും. കാരണം ഇയാളെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ്. ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് ഈ സഹനമെന്ന് കണ്ട് യഥാർത്ഥത്തിൽ അതിനെ നെഞ്ചോട് സ്വീകരിക്കാൻ കഴിഞ്ഞപ്പോൾ, വീണ്ടും 1 വർഷത്തിന് ശേഷം ഒരു പെരുന്നാൾ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി ഒരു മനുഷ്യനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇയാളാണ് ഞാൻ അന്ന് പറഞ്ഞ എൻ്റെ കെട്ടിയോൻ. ഇയാളിപ്പോ കുടിയൊക്കെ നിർത്തി. ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല മാതൃകാ ദമ്പതികൾക്കുള്ള സമ്മാനം നമുക്കാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ട കാര്യം, ദൈവം തന്ന സഹനങ്ങളെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് യഥാർത്ഥത്തിൽ പ്രഘോഷിക്കാൻ കഴിയുന്ന ഒരുവനെ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കുടിച്ചു വരുന്ന ഭർത്താവിനെ എങ്ങനെ ഉലക്കടിക്കാമെന്ന് നോക്കി നിന്നു കഴിഞ്ഞാൽ ഈ സഹനത്തോടുള്ള നമ്മുടെ പ്രതിപ്രവർത്തനമായിട്ട് അത് മാറുകയാണ്. ഏറെ സന്തോഷത്തോടുകൂടി ദൈവം എനിക്ക് തന്ന സമ്മാനത്തെ ഞാൻ സ്വീകരിക്കുന്നു, ദൈവം തന്ന മുറിവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് സന്തോഷത്തോടുകൂടി പറയാനായിട്ട് നമുക്കും സാധിക്കണം. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ആർദ്രതയും ആഴവും നമ്മുടെ ജീവിതത്തിൽ വളരെ തീവ്രമായിട്ട് പ്രകടമാവുന്നതും. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സഹനങ്ങളെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ജീവിതമില്ല. ദൈവം തരുന്ന സഹനങ്ങള് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം തരുന്ന കുരിശുകള് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ വിശുദ്ധ തോമാശ്ലീഹായെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. വിശുദ്ധ തോമാശ്ലീഹ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അവൻ ഏറെ സങ്കടത്തോടു കൂടിയിട്ട് പറഞ്ഞു, എനിക്ക് അവനെ കാണണം. അവന്റെ തിരുവിലാവിലെ മുറിവിൽ കൈയിടാതെ ഞാൻ ഒരിക്കലും ഈ കാര്യം വിശ്വസിക്കുകയില്ല. എന്നാൽ ഈ തിരുമുറിവ് കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധ തോമാശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വിശുദ്ധ തോമാശ്ലീഹായെ പോലെ ഇപ്പം യേശുക്രിസ്തുവിന് എല്ലാവരുടെയും അടുത്ത് വന്നിട്ട് ഈ മുറിപ്പാട് കാണിച്ച് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സുന്ദരമായ ചെറിയ ചെറിയ വേദനകൾ നൽകി, സഹനങ്ങൾ നൽകി ദൈവം ആ മുറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ആ മുറിവുകളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാതെ തോന്നിയ വഴിക്ക് നമ്മൾ പോകുമ്പോൾ അറിയുക, ദൈവം തരുന്ന സഹനങ്ങളെ, കുരിശുകളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് കാണാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമായ ഒരു അനുഭവമാക്കിയിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ കർത്താവിന്റെ കുരിശുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഒരു ആത്മീയ അനുഭവവും അനുഭൂതിയും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്
തീവ്രമായ ഒരു പോരാട്ടമാണ്, ആത്മീയ പോരാട്ടം. തിന്മയും നന്മയും നിറഞ്ഞ ലോകത്തിൽ ദൈവം തരുന്ന സഹനത്തിന് മുൻപിൽ മറുചോദ്യമില്ലാതെ സമർപ്പണം ചെയ്ത് സമ്പൂർണമായ ഒരു ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് അവിടെ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് ഉപേക്ഷിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ മാതൃകയാണ്. മലബാർ കുടിയേറ്റത്തിന്റെ ചരിത്രത്തില് അതിസുന്ദരമായ ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: തിരുവിതാംകൂറിൽ നിന്ന് എല്ലാം വിറ്റുപെറുക്കി പട്ടിണിയും പരിവട്ടവുമായിട്ട് മലബാറിന്റെ മലമടക്കിലേക്ക് മലമ്പനിയോടും മലമ്പാമ്പിനോടുമൊക്കെ മല്ലടിക്കുവാൻ വേണ്ടി തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ആളുകൾ കുടിയേറി തുടങ്ങി. കുടിയേറി ഇവിടെ വന്നിട്ട് കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവർ ആദ്യം നട്ടത് കപ്പയാണെന്നാണ് പറയുക. കപ്പ വിറ്റ് കോടികൾ കൊയ്യാനുള്ള വ്യാമോഹമായിരുന്നില്ല ഇതിന്റെ പിന്നില്. നേരെ മറിച്ച് ഒരു വർഷം മുഴുവനും എന്റെ ഭാര്യയ്ക്കും എനിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും സുഖമായിട്ട് ഭക്ഷിച്ച് ജീവിക്കാം. അതായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതിന്റെ തടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷവും സുഖമായിട്ട് ഇത് നടാം, വേറെ വിത്ത് മേടിക്കേണ്ട കാര്യമില്ല, ഇത് നട്ടിട്ട് അടുത്ത വർഷവും സുഖമായിട്ട് ജീവിക്കാം. ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവര് കപ്പത്തോട്ടം വെച്ച് പുലർത്തുന്നത്. ഈ പന്നിയിൽ നിന്നും പെരിച്ചാഴിയിൽ നിന്നുമൊക്കെ എങ്ങനെ ഇതിനെ സംരക്ഷിച്ചു കൊണ്ടുപോയത് എന്ന് അവരേറെ ത്യാഗത്തോടു കൂടി തന്നെ ഈ ഗ്രന്ഥത്തിൽ കുറിച്ചു വെക്കുന്നുണ്ട്. അപ്പോഴ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമാണെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ പോലും ഒരിക്കൽ പോലും വിശ്വാസ ജീവിതത്തെ ഉപേക്ഷിച്ച് നിർത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. കപ്പയുടെ കുരുവൊക്കെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുമ്പോൾ ഈ കപ്പക്കുരു അവര് ഉണക്കിയിട്ട് ചെറിയ കപ്പക്കുരു ഉണക്കിയിട്ട് നമ്മളൊക്കെ പമ്പരം കളിച്ചിട്ടുണ്ട്. അതുപോലെ ആ പമ്പരം കളിക്കുന്ന ആ കുരുവെടുത്തിട്ട് ഇവര് ചാക്കുനൂലിൽ കോർത്തിട്ട് മക്കള് പട്ടിണിക്കിട്ടിട്ടാണെങ്കിലും പട്ടിണിയാണെങ്കിലും അവരെ കിടക്കാൻ അനുവദിക്കാതെ അതുകൊണ്ട് ചാക്ക് ചരടിൽ ഈ ഒരു കപ്പയുടെ കുരു കോർത്ത് അവര് ഉണ്ടാക്കി കൊന്ത ചെല്ലുമായിരുന്നു. അങ്ങനെ ഇവര് വല്ലപ്പോഴും വരുന്ന മാസത്തിലോ 5-6 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു CMIയിലെ അച്ഛൻ വന്നിട്ട് ഇവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുക. അപ്പൊ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇവർ ഏറെ താല്പര്യത്തോടുകൂടി കാത്തിരുന്നു. ഒരു ദുഃഖ വെള്ളിയാഴ്ച അച്ഛൻ വന്നു. പക്ഷേ ഏവർക്കും അത് സങ്കടമായി. കാരണം അവരുടെ കപ്പത്തോട്ടങ്ങളെല്ലാം വിളഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇവിടെ കാവലില്ലാതെ പ്രാർത്ഥനയ്ക്കും സന്ദേശത്തിനും വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ പ്രദേശങ്ങൾ മുഴുവനും പന്നിയോ പെരിച്ചാഴിയോ ആക്രമിക്കും എന്ന് അവർ പേടിച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്ന ഒരു നിമിഷത്തില് അവര് ഒരു ഉപായം കണ്ടെത്തി. എന്തായാലും വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ അവര് തയ്യാറായില്ല. ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ പോവാതെ ഒന്ന് ചിന്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവര് ചെയ്തൊരു ഉപായം മലബാർ കുടിയേറ്റ ചരിത്രത്തിൽ കുറിച്ചു വെക്കുന്നത് ഇങ്ങനെയാണ്. അവര് 2 കപ്പ തണ്ടുകൾ എടുത്തു. എന്നിട്ട് അതിനെ നെടുകയും കുറുകയും ഉയർത്തി നിർത്തി ഒരു കുരിശുണ്ടാക്കി. അവരുടെ വിയർപ്പ് നാറുന്ന തോർത്തുകൊണ്ട് ഈ കുരിശിനെ അവർ വരിഞ്ഞു മുറുക്കി. എന്നിട്ട് അവര് സന്തോഷത്തോടു കൂടിയിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പോയി. അവര് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കപ്പത്തണ്ടിൽ ഞങ്ങൾ ഉയർത്തിയ, വിയർപ്പ് നാറുന്ന തോർത്തിൽ ഞങ്ങൾ ഉയർത്തിയ ഈ കുരിശിനെ മറികടന്ന് ഒരു പെരിച്ചാഴിയോ ഒരു പന്നിയോ ഞങ്ങളുടെ ഈ കൃഷി സ്ഥലത്തെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദുഃഖത്തിലും ദുരിതത്തിലും പട്ടിണിയിലും ജീവിച്ചപ്പോഴും കപ്പത്തോട്ടത്തിൽ നിന്ന് വിശുദ്ധ കുരിശിനെ, വിശ്വാസത്തെ കപ്പേളയിലേക്ക് പറിച്ചു നടാനും കപ്പേളയിൽ നിന്ന് വിശ്വാസത്തിന്റെ തീവ്രതയെ കപ്പത്തോട്ടങ്ങളിലേക്ക് പറിച്ചു നടാനും ഒരു കാലഘട്ടത്തിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് തിന്നാനും കുടിക്കാനുമൊക്കെ ഉണ്ടായത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കഞ്ഞിയും കച്ചയും കുടിലുമില്ലാതിരുന്ന ഒരു കാലത്ത് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കപ്പക്കുരുവിൽ തീർത്ത ജപമാലയിൽ നിന്ന് ജപമാല ചൊല്ലി വിശ്വാസത്തിന്റെ തീവ്രത താണ്ടിയ ഇവരുടെ ജീവിതം അതിന്റെ കാലഘട്ടം കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തിയപ്പോൾ അറിയുക, കഞ്ഞിയും കച്ചയും കുടിലും സുഖകരമായി ജീവിക്കാനുള്ള സൗകര്യമുണ്ടായപ്പോ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയത് വിശ്വാസ ജീവിതത്തെയാണ്. വിശ്വാസം അങ്ങ് ഒഴിച്ചു നിർത്തി മറ്റെന്ത് കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടേതായ താല്പര്യങ്ങളിലൂടെ അവര് നടന്നു തുടങ്ങി. വിശ്വാസം എന്ന് പറയുന്നത് ഞായറാഴ്ച ഉടുക്കുന്ന സാരിയുടെയും മുണ്ടിന്റെയും പുതിയ പുതിയ ഷോകൾ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശനശാലകൾ മാത്രമായിട്ട് മാറി. വിശുദ്ധ കുർബാന ഫാഷൻ ഷോ ആയിട്ട് മാറി. അച്ഛന്റെ കുർബാന കട്ട് ചെയ്താലും ഗായക സംഘം 2 പാട്ട് കൂടുതൽ പാടുന്നതാണ് ഉചിതമെന്ന് പോലും നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങി. വിശ്വാസത്തിന്റെ തീവ്രത അങ്ങ് നഷ്ടപ്പെടുത്തി കളയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരു പള്ളിയില് ഒരു ഗായക സംഘത്തിന്
2000 രൂപയ്ക്ക് പാടാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഒരു കൈക്കാരൻ വന്ന് വികാരി അച്ഛനോട് പറഞ്ഞ ഒരു കാര്യമാണ്, അച്ഛാ വേണമെങ്കിൽ കുറെ പ്രാർത്ഥനകൾ അങ്ങ് കട്ട് ചെയ്തു, ആ പാട്ടും അച്ഛന്റെ പാട്ടും അങ്ങ് കട്ട് ചെയ്തു, അവരുടെ 2000 രൂപ മുതലാക്കിയിട്ട് നമുക്ക് അവരെ വിട്ടാൽ മതി. അതുകൊണ്ട് ഗായക സംഘത്തിന്റെ പാട്ടുമേളയും ഗാനമേളയുമായിട്ട് വിശുദ്ധ കുർബാനയെ കണ്ടു തുടങ്ങി. പണ്ടൊക്കെ ഏറെ കഷ്ടപ്പെട്ട് പള്ളിയിൽ ഇടിച്ചു കുത്തിയിരുന്ന ഒരു ജനസമൂഹത്തിന് ഇപ്പോഴ് പടിയിൽ പുറംതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു അച്ഛൻ വിശുദ്ധ കുർബാനയുടെ സന്ദേശത്തിന്റെ തുടക്കം പറഞ്ഞത് ഇപ്രകാരമാണ്: സ്നേഹമുള്ള അമ്മമാരെ, സ്നേഹമുള്ള ചേട്ടന്മാരെ, പുറകിലിരിക്കുന്ന പുല്ലുപറിയന്മാരെ എന്നാ വിളിച്ചത്. കാരണം പുറത്ത് പുല്ല് പറിച്ചുകൊണ്ട് സുന്ദരമായിട്ട് അങ്ങ് ഇരിക്കാം എന്നുള്ള ഒരു വ്യാമോഹമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ ഒഴിഞ്ഞു വെക്കാനായിട്ട് കുറച്ചെങ്കിലും സമയം സമ്പൂർണതയിൽ സമർപ്പണം ചെയ്തവനെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഷോ ആയിട്ട് മാത്രം കാണുകയും ഞായറാഴ്ച മാത്രം എന്തെങ്കിലും പണിയില്ലാതെ എന്നാൽ ഒരു മണിക്കൂർ അവിടെ പോയിട്ട് കുത്തിയിരുന്നിട്ട് ആരോടെങ്കിലും സംസാരിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യരുത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ത്യാഗത്തിലൂടെയും സങ്കടത്തിലൂടെയും സന്താപത്തിലൂടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന സുന്ദരമായ ഒരു ആശയമാണ്, സുന്ദരമായൊരു സത്യമാണ്, തീവ്രമായൊരു ഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടബോധങ്ങൾ വരും. ഈ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നിനക്കൊരു മാസത്തെ അരി മേടിക്കാൻ പൈസ തരാം, അല്ലെങ്കിൽ നിന്നെ ഗൾഫിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പന്തക്കുസ്തക്കാരൻ സമീപിക്കുമ്പോൾ പുല്ലുപോലെ അവര് വെച്ച് നീട്ടുന്ന എച്ചിൽ കൂനകൾ ഏറ്റെടുത്തുകൊണ്ട് സുന്ദരമായി സത്യവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഉള്ളിൽ ഉറകൂടിയ ഒരു വിശ്വാസത്തിന്റെ തീവ്രത ഇല്ലാത്തത് കൊണ്ടാണ്. 3 യുവാക്കള്, അവര് സുഹൃത്തുക്കളായിരുന്നു. എല്ലാ ദിവസവും അവർ കടൽക്കരയിൽ വരും, കുറച്ചു നേരം സംസാരിച്ചിരിക്കും, തിരിച്ചു വീട്ടിലേക്ക് പോകും. അന്നും പതിവ് പോലെ അവര് കടൽക്കരയിൽ വന്നു. ഏകദേശം കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് അവര് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അതാ കടൽക്കരയിൽ ഒരു ശവശരീരം അടിഞ്ഞിരിക്കുന്നു. അവർ ആ ശവശരീരം എടുത്ത് അടുത്തുള്ള മണൽക്കൂനയിൽ കുഴികുത്തി അവിടെ നിക്ഷേപിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസവും അവര് സംസാരിച്ചിരിക്കാൻ കടൽക്കരയിലേക്ക് വന്നു. ഏകദേശം കുറച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ വീണ്ടും അതാ കടൽക്കരയിൽ ഒരു ശവശരീരം അടിഞ്ഞിരിക്കുന്നു. അവർ ആ ശവശരീരവും എടുത്ത് അടുത്തുള്ള മണൽക്കൂനയിൽ കുഴികുത്തി അവിടെ നിക്ഷേപിച്ചിട്ട് അവര് വീട്ടിലേക്ക് പോയി. 4-ാം ദിവസവും വർത്തമാനം പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കടൽക്കരയിൽ ഒരു ശവശരീരം അടിഞ്ഞിരിക്കുന്നത് കണ്ട് അവർ കാരണം അന്വേഷിച്ചു. എന്താവാം ഇതിനുള്ള കാരണം? അവര് തിരിച്ചറിയുകയാണ്, കടലിൽ വലിയ മഞ്ഞുമലകൾ രൂപപ്പെട്ടിരിക്കുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന മീൻപിടുത്തക്കാര് ദിശ തെറ്റി ഈ ഒരു വലിയ മഞ്ഞുമലയിൽ തട്ടി അപകടം സംഭവിച്ച് അവരുടെ ശവശരീരമാണ് ഈ ഒരു തീരത്തേക്ക് വന്നടിഞ്ഞിരിക്കുന്നത്. അന്നു മുതൽ അവർ റാന്തൽ വിളക്കുമായി രാത്രിയിൽ ഈ ഒരു കടലിന്റെ തീരത്ത് കാത്തിരിക്കുവാനായിട്ട് തുടങ്ങി. അന്നു മുതൽ പിറ്റേ ദിവസം 2-3 ദിവസമായിട്ടും അവിടെ ശവശരീരങ്ങൾ അടിഞ്ഞില്ല. കാരണം അവര് എന്തോ അപായ സൂചനയാണ് ഈ വെളിച്ചമെന്ന് മനസ്സിലാക്കി യഥാർത്ഥമായ ദിശയിലൂടെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രവേശിച്ചു. കുറെ നാളിങ്ങനെ കടലിന്റെ കാറ്റും ചൂടുമൊക്കെ അടിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നമ്മൾ എന്തിന് ഇതുപോലെ കഷ്ടപ്പെടണം, നമുക്കൊരു വലിയ വിളക്കുമരം സ്ഥാപിച്ചാൽ എന്താ? അങ്ങനെ അവര് വലിയൊരു വിളക്കുമരം സ്ഥാപിച്ചു. അവിടെ വിളക്കും കൊളുത്തിയിട്ട് അവര് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം വൈകുന്നേരം അവര് കടൽക്കരയിൽ വന്നു. കുറച്ചു നേരം സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അതാ കടൽക്കരയിൽ വീണ്ടും ഒരു ശവശരീരം. അവര് കാരണം അന്വേഷിച്ചു. അങ്ങനെ കണ്ടെത്തിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവര് കൊളുത്തിവെച്ച ദീപം അണഞ്ഞുപോയി. കൊളുത്തിവെച്ച ദീപം അണഞ്ഞുപോയി. ഈ ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചുകൊണ്ട്, ഈ ഒരു സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്ന ഒരു മനുഷ്യൻ ചുവട്ടിൽ കുറിക്കുന്ന ഒരു വാക്ക് സുന്ദരമാണ്. അദ്ദേഹം പറയുകയാണ്, കൊളുത്തിവെച്ച ദീപങ്ങൾ അണഞ്ഞുപോയേക്കാം, എന്നാൽ ഉള്ളിലെരിയുന്ന ദീപങ്ങൾക്ക് മാത്രമേ ഒരുവനെ പ്രകാശിപ്പിക്കാനും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതായത് ഏച്ചുകെട്ടോ വച്ചുകെട്ടോ വളച്ചുകെട്ടോ ഇല്ലാതെ വിശ്വാസത്തെ പച്ചയായിട്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസം ഉണ്ടാവുക. ഇത് ഒന്നിനും കൊള്ളാത്തവനും മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല വിശ്വാസത്തിന്റെ ജീവിതം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചങ്കുറപ്പുള്ളവന്റെ ചങ്കിൽ മാത്രം വിരിയുന്ന ചങ്കിന്റെ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം.
ഒരുവൻ നമുക്ക് നേരെ അടിക്കാൻ വരുമ്പോൾ അവനെ നേരെ നോക്കിയിട്ട് ദൈവം എന്നിലുണ്ട്, അവനിലുണ്ട് എന്ന് കണ്ട് സന്തോഷത്തോടെ അവനെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ചങ്കിൽ വിരിയുന്ന യാഥാർത്ഥ്യമായിട്ട് വിശ്വാസത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് തൊലിപ്പുറത്തെ വിശ്വാസം വേണ്ട, ഉള്ളിലുറങ്ങുന്ന തീവ്രത ഉൾക്കൊള്ളുന്ന ശക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് വിശ്വാസത്തെ സ്വീകരിക്കാം. ഇങ്ങനെ വിശ്വാസത്തെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയുക അവനൊരു വിശ്വാസിയാണ്. സങ്കടങ്ങളെ നോക്കിയിട്ട് ഏറെ ദേഷ്യത്തോടുകൂടി ദൈവം എന്നിൽ വസിക്കുന്നുവെന്ന് പറയാൻ സാധിക്കുമ്പോഴാണ് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത്. ആത്മീയ ജീവിതം ഒരു പോരാട്ടമെന്ന് പറയുമ്പോൾ അവസാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു മുഖമെന്ന് പറയുന്നത് യാക്കോബിന്റെയാണ്. യാക്കോബ് ഏസാവിനെ പറ്റിച്ച് വേറെ ദേശത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ദൈവം ഇവനെ ചേർത്ത് പിടിക്കുകയാണ്. ദൈവം ഇവനെ മൽപ്പിടുത്തം നടത്തുന്നു. മൽപ്പിടുത്തത്തിൽ ഈ യാക്കോബിന്റെ ഇടുപ്പലിന് തട്ടുകിട്ടി പ്രശ്നം സംഭവിക്കുമ്പോൾ ഇവൻ തിരിച്ചറിയുന്നു ഇത് ദൈവമാണ്. ഒരു ജീവിതത്തിന്റെ എവിടെയെങ്കിലും വെച്ചൊരു തട്ടും ഒരു സഹനത്തിന്റെ തീവ്രതയും ഇല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക? അങ്ങനെ എല്ലാ തരത്തിലുള്ള ചതിയിലൂടെ നടന്നുപോയി ദൈവത്തിന്റെ തട്ട് കിട്ടി ദൈവത്തിന്റെ അനുഗ്രഹം പിടിച്ചു മേടിച്ച് യാക്കോബ് താൻ ഏറെ സങ്കടപ്പെടുത്തിയ, തന്നെ ഏറെ വേദനിപ്പിച്ച ഏസാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഏസാവിനെ കാണുമ്പോൾ ഏസാവ് യാക്കോബിനെ കെട്ടിപ്പിടിക്കുന്നു. യാക്കോബ് ഏസാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മുഖം ദൈവത്തെ പോലെ ഇരിക്കുന്നു. ജീവിതത്തിന്റെ സഹനങ്ങൾ തന്നവരെയും ദൈവമയച്ച ദൂതരായി കണ്ട് പരിഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ തോത് വളരെയധികമായിട്ട് വർദ്ധിക്കും. എന്നാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? കടം കയറി മുടിഞ്ഞിനി വീടിനൊരു നിവൃത്തിയുമില്ല എന്ന് കാണുമ്പോഴാണ് വ്യഞ്ചരിച്ച രൂപത്തിന്റെ മാധുര്യം ആദ്യമായിട്ട് നമ്മളൊന്ന് നുകരുന്നത്. അല്ലെങ്കിൽ ഭർത്താവിന് ക്യാൻസറാണ്, ഇനി രക്ഷയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ താലിയിലെ കുരിശു രൂപത്തില് ആഞ്ഞൊന്ന് പിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അല്ലയോ യുവാവേ, നീ നിന്റെ യുവത്വത്തിന്റെ സമൃദ്ധിയിൽ ദൈവത്തെ അന്വേഷിക്കുക. നമ്മള് സന്തോഷത്തോടു കൂടി ആയിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ സഹനത്തോടു കൂടിയാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ഓർക്കാം, വചനം എന്ന് പറയുന്നത് അത് ഏച്ചുകെട്ടോ വെച്ചുകെട്ടോ വളച്ചുകെട്ടോ ഇല്ലാതെ, വചനത്തിന് മുൻപിൽ മറുചോദ്യമില്ലാതെ സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് വചനം നൽകുന്ന വ്യാഖ്യാനമാണ് വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് സഹനങ്ങളെ അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ മന്ത്രണമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം സഹനങ്ങളിൽ ഒരുവൻ മനുഷ്യനെ ബലപ്പെടുത്തും. അവൻ ചോദിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യനെ കൂടുതൽ ബലപ്പെടുത്തും എന്നുള്ളതാണ് അടിസ്ഥാനപരമായൊരു കാര്യം. ഇത് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ഗത്സമനിയിൽ യേശു ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന യേശു പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. പ്രാർത്ഥന അതിന്റെ തീവ്രതയിലെത്തിയിട്ട് ഗത്സമൻ തോട്ടം വിട്ടിറങ്ങുന്ന യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം, വരൂ, എന്നെ പിടിക്കാൻ അവർ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഒരു പൂർത്തീകരണമല്ല, മറിച്ച് ആ സഹനത്തെ സ്വീകരിക്കാൻ ഒരുവന് തീഷ്ണത കൊടുക്കും എന്നുള്ളതാണ്. യേശുക്രിസ്തു പറയുന്നത്, പ്രാർത്ഥനയുടെ വിശ്വാസപൂർവമായ പ്രാർത്ഥനയിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നു, വരൂ, ആരും നമ്മെ പിടിക്കാൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കണം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം എപ്പോഴും നമ്മളെ ഐശ്വര്യത്തിലേക്ക് മാത്രം നടത്തിക്കൊണ്ട് പോവുകയല്ല. ചില സഹനങ്ങൾ അത് നമുക്ക് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയ ഈ സമയത്തെ ഓർത്ത് പ്രത്യേകമായിട്ടും നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളേറെ ദൈവത്തോടുള്ള സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പലപ്പോഴും ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ ആടി ഉലയാറുണ്ട്. സ്ലീഹന്മാരെ പോലെ വഞ്ചിയിലിരുന്ന് ഞങ്ങളും ഒരു സഹായത്തിനു വേണ്ടി, ആശ്വാസവാക്കിനു വേണ്ടി, ഒരത്ഭുതത്തിനു വേണ്ടി കേണിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിന്റെ സഹനങ്ങളിൽ നിന്നിൽ വിശ്വസിച്ചിട്ട് എന്താണ് പ്രയോജനമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. യേശുവേ, എല്ലാത്തിനും ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
ചങ്കുറപ്പുള്ളവന്റെ ഹൃദയത്തിൽ, ചങ്കുറപ്പുള്ളവന്റെ ചങ്കിൽ വിരിയുന്ന യാഥാർത്ഥ്യമാണ് വിശ്വാസമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ നിന്റെ കുരിശോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സുഡാനില്, ഉത്തര കൊറിയയിൽ, ഇറാനിൽ, ഇറാഖിലൊക്കെ ഒത്തിരിയധികം വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെയൊക്കെ വിശ്വാസത്തിന്റെ തീവ്രത എത്രത്തോളമാണ്. തല കൊടുത്തും വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വാഴയുടെ മനോഭാവമാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. യേശുവേ, ആ ഒരു വിശ്വാസത്തിന്റെ തീവ്രതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പൂർണമായി നിന്നെ സ്വീകരിക്കാനും ജീവിതത്തിന്റെ സഹനങ്ങളിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.